മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയ അന്തരീക്ഷം അപ്പാടെ വഷളായിക്കൊണ്ടിരിക്കുന്ന അന്താരാഷ്ട്ര വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന അതീവ നിർണായകമായ രണ്ട് വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പശ്ചിമേഷ്യൻ മേഖലയെ വീണ്ടും ഒരു വലിയ യുദ്ധത്തിലേക്ക് തള്ളിവിടുന്ന സൂചനകളാണ് ഇതിലുള്ളതെല്ലാം. ഇതിൽ ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള ഔദ്യോഗിക പ്രഖ്യാപനമാണ്. ഇറാനുമായി നിലനിൽക്കുന്ന സൈനിക പോരാട്ടങ്ങൾ ഒരു കാരണവശാലും അവസാനിച്ചിട്ടില്ല എന്നും അത് ഇനിയും തുടരുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വളരെ വ്യക്തമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതിന് തൊട്ടു പിന്നാലെ ഇറാനെതിരെ ഏത് സമയത്തും അതിശക്തമായ സൈനിക നീക്കം നടത്തുന്നതിന് തങ്ങൾ പൂർണ്ണ സജ്ജരാണെന്ന് ഇസ്രായേലിന്റെ പുതിയ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ പ്രസ്താവനകൾ പശ്ചിമേഷ്യയെ വീണ്ടും ഭീതിയിലാഴ്ത്തുകയാണ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇതിനിടയിൽ പുറത്തു വരുന്ന രണ്ടാമത്തെ വിവരം എന്ന് പറയുന്നത് ലോകരാജ്യങ്ങളെ കൗതുകപ്പെടുത്തുന്ന ഒന്നാണ്. ഇറാൻ മണ്ണിൽ ഇപ്പോൾ തുടർച്ചയായി നടക്കുന്ന സ്ഫോടനങ്ങൾക്കും മിസൈൽ ആക്രമണങ്ങൾക്കും പിന്നിൽ തങ്ങളല്ലെന്നാണ് അമേരിക്ക ഔദ്യോഗികമായി വാദിക്കുന്നത്. ഈ രണ്ട് പ്രതികരണങ്ങളും മുമ്പ് ഇറാന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ആരോപണങ്ങൾ ചേർത്ത് വായിക്കുമ്പോൾ പശ്ചിമേഷ്യയിലെ വെടിനിർത്തൽ കരാറുകൾ പൂർണ്ണമായി തകിടം മറിച്ച് സമാധാന അന്തരീക്ഷം തകർത്തതിന് പിന്നിൽ ഇസ്രായേലിന്റെ വലിയൊരു രഹസ്യ ഗൂഢാലോചന ഇല്ലേ എന്ന സംശയം ആഗോളതലത്തിൽ ശക്തമാവുകയാണ്. കാരണം ഒരു വശത്ത് ഇസ്രായേൽ ഭരണകൂടം ഇറാനെ പരസ്യമായി വെല്ലുവിളിക്കുകയും പുതിയൊരു യുദ്ധത്തിന് തങ്ങൾ സന്നദ്ധരാണെന്ന് ലോകത്തോട് വിളിച്ചു പറയുകയും ചെയ്യുന്നു. അതേസമയം തന്നെ ഇറാനിൽ നിരന്തരമായി പരോക്ഷ ആക്രമണങ്ങൾ നടത്തുന്ന അമേരിക്ക പെട്ടെന്നുണ്ടായ ചില സ്ഫോടനങ്ങളിൽ നിന്ന് കൈ കഴുകാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ അമേരിക്ക പോലും അറിയാതെ ഇറാൻ അതിർത്തിക്കുള്ളിൽ കടന്ന് ആക്രമണം നടത്തുന്നത് ഇസ്രായേലാണോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. നിലവിലെ സ്ഫോടനങ്ങളുടെ നേരിട്ടുള്ള ഉത്തരവാദിത്തം ഇസ്രായേൽ ഇതുവരെ ഏറ്റെടുത്തിട്ടില്ല എങ്കിലും നെതന്യാഹുവിന്റെ പ്രഖ്യാപനങ്ങൾ സൂചിപ്പിക്കുന്നത് ഇറാന് നേരെ അവർ രഹസ്യ നീക്കങ്ങൾ നടത്തിക്കഴിഞ്ഞു, അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ മാരകമായ ആക്രമണം ഉണ്ടാകുമെന്ന് തന്നെയാണ്. ഇതിനിടയിലാണ് അമേരിക്കയുടെ പതിവ് തന്ത്രമായ മറ്റൊരു നീക്കം കൂടി പുറത്തു വരുന്നത്. ഇറാനുമായി വീണ്ടും ചർച്ചകൾ നടത്താൻ തങ്ങൾ തയ്യാറാണെന്ന് വാഷിംഗ്ടൺ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ അറിയിച്ചിരിക്കുന്നു. എന്നത്തെയും പോലെ ശത്രു രാജ്യത്തിന് മേൽ കടുത്ത സൈനിക ആക്രമണം നടത്തി വലിയ നാശനഷ്ടങ്ങൾ വരുത്തിവെച്ച ശേഷം ഞങ്ങൾ സമാധാന ചർച്ചകൾക്ക് തയ്യാറാണ്, ഇറാൻ ഭയന്ന് പിന്മാറിയെന്ന് ലോകത്തിന് മുന്നിൽ വരുത്തി തീർക്കാനുള്ള അമേരിക്കയുടെ സ്ഥിരം അടവ് കൂടിയാണിത്. എന്നാൽ ഇറാന്റെ കാര്യങ്ങൾ അത്ര എളുപ്പമൊന്നുമല്ല. അവിടെ കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഇപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നൊരു വലിയ സൈനിക കടന്നുകയറ്റം ഉണ്ടായേക്കാവുന്ന ഭീതിജനകമായ സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ വൻ ശക്തികളുടെ പോരാട്ടം ഗൾഫ് മേഖലയെ മൊത്തത്തിൽ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുക കൂടിയാണ്. വരാനിരിക്കുന്ന വലിയൊരു ദുരന്തം തടയാൻ ഖത്തറും പാകിസ്ഥാനും ഉൾപ്പെടെയുള്ള മധ്യസ്ഥ രാജ്യങ്ങൾ ഇപ്പോൾ കഠിനമായി ശ്രമിക്കുന്നുണ്ട്. കാരണം ഇസ്രായേലും നാറ്റോ സഖ്യവും നേരിട്ട് യുദ്ധത്തിലേക്ക് വരികയും മറുവശത്ത് റഷ്യയുടെയും ചൈനയുടെയും പിന്തുണയോടെ ഇറാൻ ശക്തമായി തിരിച്ചടിക്കുകയും ചെയ്താൽ അത് മൂന്നാം ലോക മഹായുദ്ധമായി മാറും. ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രത്യാക്രമണം ഏറ്റവും കൂടുതൽ ബാധിക്കുക ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷയും സമ്പദ് വ്യവസ്ഥയും മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഒരു സമാധാന ചർച്ചയ്ക്ക് വഴി തുറക്കാനുള്ള നെട്ടോട്ടത്തിലാണ് അറബ് രാജ്യങ്ങളെല്ലാം. തങ്ങൾക്ക് മേലുള്ള അന്താരാഷ്ട്ര ഉപരോധങ്ങൾ നീക്കിയെന്ന് അമേരിക്ക അവകാശപ്പെടുമ്പോഴും അതൊന്നും യാഥാർത്ഥ്യമായിട്ടില്ല എന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഡൊണാൾഡ് ട്രംപ് 5 പ്രധാന കരാർ വ്യവസ്ഥകൾ പരസ്യമായി ലംഘിച്ചതാണ് ഇപ്പോഴത്തെ പ്രകോപനത്തിന് കാരണമെന്നും യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളത് ട്രംപിന്റെ മുൻകൂട്ടിയുള്ള പ്ലാൻ ആയിരുന്നുവെന്നും ഇറാൻ ആരോപിക്കുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റിന്റെ ചർച്ചാ പ്രസ്താവനകളോട് ഇറാൻ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടൊന്നുമില്ല. ഒരു വലിയ തിരിച്ചടിക്കുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് അവർ വളരെ കരുതലോടെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇറാനെ പൂർണ്ണമായി തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇപ്പോഴത്തെ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തു വരുന്നത്. നോക്കൂ, അവിടുത്തെ ആണവ നിയമങ്ങൾക്കും അതുപോലെ തന്ത്രപ്രധാനമായ ഖാർഗ് ദ്വീപിന്റെ വരെ വലിയ ഭീഷണി ഉണ്ടാകുന്നുണ്ട്. പലയിടങ്ങളിലും ഉണ്ടായ ബോംബാക്രമണങ്ങളിൽ ഇതിനകം തന്നെ 14 പേർ മരിക്കുകയും 80ഓളം പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുമുണ്ട്. സാധാരണക്കാർ താമസിക്കുന്ന സിവിലിയൻ മേഖലയിലേക്ക് വരെ ആക്രമണം നീളുമ്പോൾ ഇതിന് പിന്നിൽ ഇസ്രായേലിന്റെ കൃത്യമായ ഇടപെടലുണ്ടെന്നാണ് വ്യക്തമാക്കുന്നത്. ഹോർമുസ് കടലിടുക്കിലും ചെങ്കടലിലും ഇപ്പോൾ കപ്പൽ ഗതാഗതം കടുത്ത പ്രതിസന്ധി നേരിടുകയുമാണ്. കുറച്ച് ദിവസങ്ങളായി അവിടെ ചരക്കു നീക്കം സാധാരണ നിലയിലായിരുന്നുവെങ്കിലും ഹോർമുസ് കടലിടുക്കും ബാബൽ മന്ദേബും പൂർണ്ണമായി അടച്ചുപൂട്ടാൻ ഇറാൻ നിലപാട് കടുപ്പിക്കുകയുമാണ്. അങ്ങനെ സംഭവിച്ചാൽ അത് ആഗോള കപ്പൽ ഗതാഗതത്തെയും എണ്ണ വ്യാപാരത്തെയും പൂർണ്ണമായി നിശ്ചലമാക്കുകയും ചെയ്യും. യുദ്ധത്തിൽ നീതിയും നിയമങ്ങളും നോക്കാറില്ലെങ്കിലും ഇറാൻ ഇതുവരെ പറഞ്ഞിരുന്നത് തങ്ങളെ നേരിട്ട് ആക്രമിച്ചാൽ മാത്രമേ തിരിച്ചടിക്കൂ എന്നാണ്. എന്നാൽ സൗദിയുടെയും ഖത്തറിൻ്റെയും കപ്പലുകൾ തകർത്തത് ഇറാനാണെന്ന് ആരോപിച്ച് അമേരിക്ക ആക്രമണം നടത്തിയപ്പോൾ ഇറാന് മിണ്ടാതിരിക്കാൻ കഴിയില്ലായിരുന്നു. ആയത്തുള്ള അലി ഖമനിയുടെ ശവസംസ്കാര ചടങ്ങുകൾ നടക്കുന്നതിനാൽ ഇറാൻ പ്രതികരിക്കാനില്ലെന്നാണ് അമേരിക്ക കരുതിയത്. എന്നാൽ ആ സമയത്തും ഇറാൻ ശക്തമായി തിരിച്ചടിച്ചു. ഇപ്പോൾ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ സാഹചര്യത്തിൽ കൂടുതൽ ശക്തമായ പ്രത്യാക്രമണത്തിന് ഇറാൻ തുനിഞ്ഞേക്കാനും സാധ്യതകളുണ്ട്. പശ്ചിമേഷ്യയെ തകിടം മറിക്കുന്ന ഈ യുദ്ധം ഒഴിവാക്കാൻ ഖത്തർ, ഈജിപ്റ്റ്, സൗദി, തുർക്കി, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾ
പരമാവധി ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. താൽക്കാലികമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് ട്രംപ് പറയുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എത്രത്തോളം വിശ്വസിക്കാൻ കൊള്ളാമെന്നത് വലിയ ചോദ്യചിഹ്നം കൂടിയാണ്. മുമ്പും യുദ്ധം നിർത്തുമെന്ന് പറഞ്ഞ് തൊട്ടടുത്ത ദിവസം ഇറാന്റെ ആണവ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെ ട്രംപ് ആക്രമണം നടത്തിയിട്ടുണ്ട്. ബുഷഹർ ആണവ നിലയത്തിന് നേരെ കഴിഞ്ഞ ദിവസം ഉണ്ടായ ആക്രമണം അതിനൊരു തെളിവ് കൂടിയാണ്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ന് പുലർച്ചെയും ഇറാന്റെ ബന്ദർ അബ്ബാസ് മേഖലയിൽ വലിയ സ്ഫോടനങ്ങൾ ഉണ്ടായി. എന്നാൽ ഇതിന് പിന്നിൽ തങ്ങളല്ലെന്ന് അമേരിക്ക മാധ്യമമായ CNN വഴി വാഷിങ്ടൺ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇത് ഇസ്രായേലിൻ്റെ പണിയാണെന്ന് ഉറപ്പിക്കേണ്ടി വരും. നിലവിൽ വലിയ നാശനഷ്ടങ്ങൾ നേരിട്ട ഇറാൻ കടുത്ത പ്രകോപനത്തിലാണ്. തങ്ങൾക്ക് നേരെ വന്ന ഓരോ തീഗോളത്തിനും കൃത്യമായ കണക്ക് ചോദിക്കുമെന്ന നിലപാടിലാണ് ഇറാൻ ഭരണകൂടമുള്ളത്. കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണെന്ന് തന്നെയാണ് പശ്ചിമേഷ്യയിൽ നിന്നുള്ള സൂചനകളും വ്യക്തമാക്കുന്നത്. ചുരുക്കത്തിൽ വൻ ശക്തികളുടെ ഈ ഈഗോ പോരാട്ടത്തിൽപ്പെട്ട് പശ്ചിമേഷ്യ വീണ്ടും ഒരു വലിയ യുദ്ധത്തിലേക്ക് മാറുകയാണ്. ഉപരോധങ്ങളുടെയും വ്യോമാക്രമണങ്ങളുടെയും ഇടയിൽപ്പെട്ട് സാധാരണ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാകുമ്പോൾ ഇതിൻ്റെ ആഘാതം ആഗോള വിപണിയിലും വലിയ തരത്തിൽ പ്രതിഫലിക്കുകയും ചെയ്യും. ഇനിയൊരു സമാധാന ചർച്ചയ്ക്ക് വഴി തുറക്കണമെങ്കിൽ അമേരിക്കയും ഇസ്രായേലും തങ്ങളുടെ ആക്രമണ ശൈലി മാറ്റേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം വരും ദിവസങ്ങളിൽ ഹോർമുസ് കടലിടുക്കിൽ നിന്നും ചെങ്കടലിൽ നിന്നും വരുന്നത് വലിയ ദുരന്ത വാർത്തകൾ മാത്രമായിരിക്കും. ഇറാൻ്റെ അടുത്ത നീക്കം എന്തായിരിക്കുമെന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ അതിനെ ആശ്രയിച്ചായിരിക്കും ലോകത്തിൻ്റെ സമാധാനം നിലനിൽക്കുന്നത്. അതോടൊപ്പം തന്നെ യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ലെന്ന് ആവർത്തിച്ച് പറയുന്ന UN പോലുള്ള അന്താരാഷ്ട്ര സംഘടനകൾ പോലും ഈ വിഷയത്തിൽ പൂർണ്ണമായി പരാജയപ്പെടുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ സാമ്പത്തിക ശക്തികൾ തങ്ങളുടെ ആയുധ കച്ചവടത്തിനും ആധിപത്യത്തിനും വേണ്ടി ഒരു ജനതയെ മുഴുവൻ കുരുതി കൊടുക്കുകയാണ്. മിഡിൽ ഈസ്റ്റിലെ സമാധാന ശ്രമങ്ങൾ പൂർണ്ണമായും പരാജയപ്പെടുന്നത് ആഗോള എണ്ണവില വർധനവിലും അതുപോലെ സാമ്പത്തിക മാന്ദ്യത്തിനും കാരണമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ലോകം മുഴുവൻ ഈ വിഷയത്തെ അതീവ ജാഗ്രതയോടെയാണ് നോക്കിക്കാണുന്നതും. പ്രത്യേകിച്ച് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാണ് ഇത് വലിയ രീതിയിൽ ബാധിക്കുന്നത്. ലക്ഷക്കണക്കിന് മലയാളികൾ പ്രവാസികളായി ജോലി ചെയ്യുന്ന ഗൾഫ് മേഖലയിൽ ഒരു വലിയ യുദ്ധമുണ്ടായാൽ അത് പ്രവാസികളുടെ സുരക്ഷയും അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയും നേരിട്ട് ബാധിക്കും. എണ്ണ ഇറക്കുമതി തടസ്സപ്പെടുന്നത് വഴി ആഭ്യന്തര വിപണിയിൽ വിലക്കയറ്റം ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ സംഘർഷം വെറുമൊരു പ്രാദേശിക തർക്കമൊന്നുമല്ല, മറിച്ച് ആഗോള വിപണിയെയും കോടിക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തെയും മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നാണ് എന്ന് വേണം ഇതിനെ കരുതാൻ. വരും ദിവസങ്ങളിൽ ഇറാൻ എങ്ങനെയുള്ള സൈനിക നീക്കങ്ങളാണ് നടത്തുക, അമേരിക്കയും ഇസ്രായേലും ഇതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും ലോകത്തിൻ്റെ ഭാവി ഇനി നിർണ്ണയിക്കപ്പെടുന്നത്.